ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഞാനിപ്പോ പോലീസിനെ വിളിക്കും. പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാ ഞാൻ വരുന്നത്. ആവശ്യം വന്നാലേ ഞാൻ തന്നെ അവരെ വിളിച്ചു വരുത്തിക്കോളാം. കേരളത്തിന് പുറത്തെവിടെയെങ്കിലും നിനക്ക് ഞാൻ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാം. അതിനുള്ള ചില ബന്ധങ്ങളൊക്കെ എനിക്കുണ്ട്. എന്റെ അമ്മയും ചേച്ചി പോലെയാ, ഇതുപോലൊക്കെ സംസാരിക്കും. പാവ. അപ്പോ നിനക്ക് എല്ലാവരും ഉണ്ട്. ഉണ്ട്. പക്ഷേ ഇപ്പൊ ഞാൻ എല്ലാവരും ഉപേക്ഷിച്ചു. നിന്റെ ജീവിതത്തിൽ ഇതുവരെ എന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് നിനക്ക് സഹായത്തിന് ഞാനുണ്ടാവും. അയ്യോ, കുഞ്ഞിനെങ്ങത്താ? എന്താ? അതെന്നെ അന്വേഷിച്ചു വന്നതാ. എന്റെ ഏട്ടനാ. ദേവി തന്നെ ഏട്ടന്റെ കൂടെ പറഞ്ഞു വിടല്ലേ. ചേച്ചി, പുറത്തൊരാള് വന്നു. നീ ഇങ്ങ് വന്നേ. ഈ കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ. ഇതിന്റെ ഡ്രസ്സ് മാറ്റണം. എന്നിട്ട് നീ ഇവിടെ ഇരിക്കണം. അയ്യോ, എന്റെ കുഞ്ഞ്. കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. നീ ഇങ്ങ് വന്നേ. വാ, കേറിക്കോ. പേടിക്കണ്ട, കേറിക്കോ. ചെല്. അർച്ചനെ. ആരാ? എന്താ വേണ്ടത്? എനിക്ക് നിങ്ങളുടെ വിമലാ മാഡത്തെ ഒന്ന് കാണണം. എന്താ കാര്യം? അത് നിങ്ങളോട് പറയാനുള്ളതല്ല. എവിടെ അവര്? എന്ത് വേണം? ചോദിക്കുന്നവർക്ക് എന്തും കൊടുക്കുന്ന ആളാണ് വിമലാ മാഡം എന്ന് ഞാൻ കേട്ടു. ഹേ മിസ്റ്റർ, നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം. വഴിയെ പോകുന്നവർക്ക് വലിഞ്ഞു കയറി വരാനുള്ള സ്ഥലമല്ല ഇത്. ആ, അത് മനസ്സിലായി. ഇവിടെ വരണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരണമല്ലോ. ദേ, അനാവശ്യം സംസാരിച്ചാ വന്ന നിലയിൽ മടങ്ങി പോവില്ല. ശരി, ഞാൻ അനാവശ്യം പറയുന്നില്ല. എന്റെ ആവശ്യം മാത്രം പറയാം. കുറച്ചു മുമ്പേ ഒരു ഓട്ടോക്കാരൻ സുധാകരൻ ഒരു അമ്മയും കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവിട്ടില്ലായിരുന്നോ? എനിക്ക് അവരെ വേണം.
അതെന്റെ സഹോദരിയും കുഞ്ഞുമാ. ഓ, അതിനാണോ നിങ്ങൾ ഇത്ര ബഹളം ഉണ്ടാക്കിയത്? അതെ. അവരവിടെ, അവരെ വിളിക്ക്. അർച്ചനെ, അർച്ചനെ. ഹേ, നിങ്ങൾ ഇരിക്കെ, നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. അതിനൊന്നും എനിക്കിപ്പോ സമയമില്ല. നിങ്ങൾ വേഗം അവരെ വിളിച്ചേ. എനിക്കവളെ അവിടെ കൊണ്ടുപോയി അവിടെ ഭർത്താവിനെ ഏൽപ്പിക്കണം. വിളിക്കുക അർച്ചനെ. ഏയ്, നിങ്ങൾ ഒച്ച എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ആ കുട്ടിയും മോളൊന്നും ഇവിടെ ഇല്ല. ആര് പറഞ്ഞു? അവരെ ഇവിടെയാ കൊണ്ടുവിട്ടെന്ന് സുധാകരൻ എന്നോട് പറഞ്ഞായിരുന്നല്ലോ. ദേ, കച്ചവടം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. വേഗം എന്റെ പെങ്ങളെ കുഞ്ഞിനെ വിളിച്ചോ. സുധാകരൻ നിങ്ങളോട് പറഞ്ഞത് ശരിയാ. അവൻ അവരെ ഇവിടെ തന്നെയാ കൊണ്ടുവിട്ടത്. എന്നിട്ട് അവരെവിടെ? ചോദിച്ചു കേട്ടില്ലേ? ഇപ്പൊ അവരിവിടെ ഇല്ല. പിന്നെ അവരെവിടെ പോയി? ഇന്നത്തേക്ക് തങ്ങാൻ ഒരു സ്ഥലം വേണോന്ന് പറഞ്ഞ സുധാകരൻ അവരിവിടെ കൊണ്ടുവന്ന് വിട്ടത്. സുധാകരൻ പോയി കുറച്ചു കഴിഞ്ഞപ്പോ ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞ് ആ കുട്ടി വേറെ എവിടേക്കോ പോയി. എവിടേക്കാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? ഇല്ല, പറഞ്ഞില്ല. പക്ഷേ ആ കുട്ടി ഇടയ്ക്ക് ആരെയോ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊന്നും ഫോൺ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവളെ ആരോ തിരിച്ചു വിളിച്ചു. അതിനുശേഷം അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. നിങ്ങൾ പറയുന്നതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഈ വീടേ എനിക്കൊന്ന് പരിശോധിക്കണം. വീട് പരിശോധിക്കാനോ? ആ, അതൊന്നും ഇവിടെ പറ്റത്തില്ല. ഇവിടെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടാ. അതെനിക്കറിയാം. മര്യാദക്ക് അവരെ വിളിക്കാനാ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സത്യ. അവരിവിടെ ഇല്ല. നിങ്ങൾ പറഞ്ഞതും വിശ്വസിച്ച് ഞാനങ്ങ് പോകുമെന്ന് കരുതിയോ? മാറിയിക്ക. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഞാനിപ്പോ പോലീസിനെ വിളിക്കും. പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാ ഞാൻ വരുന്നത്. ആവശ്യം വന്നാലേ ഞാൻ തന്നെ അവരെ വിളിച്ചു വരുത്തിക്കോളാം. ഏയ്, നിങ്ങൾ എങ്ങോട്ടായി കയറി പോന്നേ?